ഏറെക്കുറെ നിറഞ്ഞ വിശിഷ്ടാതിഥികളെ, പറയപ്പെട്ട ഖുർആൻ പഠിതാക്കളെ, മുൻകഴിഞ്ഞ സെഷനുകളിൽ നിന്നായിട്ട് ഖുർആൻ പഠിച്ചത്, മനഃപ്പാഠമാക്കിയത്, അത് നിലനിർത്തുന്നതിന്റെ അനിവാര്യതയും അതിന്റെ ആവശ്യകതയും അതേപോലെ തന്നെ അത് മറന്നുപോയാലുള്ള അതിന്റെ അതിന്റെ ഗൗരവവും ഒക്കെ നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഖേദകരെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിലത്തെ ഇപ്പോഴത്തെ അവസ്ഥ, ഹാഫിളുകളുടെ അവസ്ഥ എന്ന് പറയുന്നത്, അവർ പഠിച്ച സ്ഥാപനത്തിലെ മികവുറ്റ രീതിയിലുള്ള ഖുർആൻ പഠന പദ്ധതിയുടെ അഭാവമോ, അതല്ലെങ്കിൽ സ്വന്തമായി ഖുർആൻ പഠിച്ചതിന് ശേഷം അത് നിലനിർത്തുന്നതിൽ അലസത കാണിച്ചത് കാരണത്താലോ, അതല്ലെങ്കിൽ ജീവിതത്തിന്റെ തിരക്കുകൾ പെട്ട് അങ്ങനെ ഖുർആൻ പൂർണ്ണമായും അതല്ലെങ്കിൽ ഖുർആനിൽ അധിക ഭാഗവും മറക്കപ്പെടുകയും അത് അത് മറക്കപ്പെട്ടതിൽ വളരെയേറെ വിഷമിക്കുകയും ഖേദിക്കുകയും അത് വീണ്ടെടുക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ളവരും ആണ് ഇന്ന് നമ്മുടെ നാട്ടിലെ ഹാഫിളുകളുടെ ഒരു അവസ്ഥ എന്നുള്ളത്. അത്തരത്തിൽ ധാരാളം പേര് അത് അവരുടെ വിഷമങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്താറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ, അത് കാരണത്താൽ തന്നെ നാം തഹ്സീൻ ഖുർആൻ അക്കാദമി ഒരു 6 മാസത്തോളം എടുത്ത് ഒരുപാട് ചർച്ചകളും അതേപോലെ തന്നെ ഒരുപാട് കൂടിക്കാഴ്ചകളൊക്കെ കൂടി വളരെ വിപുലമായ രീതിയിൽ ഇത്തരത്തിൽ ഖുർആൻ പൂർണ്ണമായി അതല്ലെങ്കിൽ അധിക ഭാഗം മറക്കപ്പെടുകയും എന്നാൽ ജീവിതത്തിന്റെ ചുരുങ്ങിയ സമയം കൊണ്ട് ജോലി തിരക്കിന്റെയും മറ്റും തിരക്കുകളുടെയും ഒക്കെ അവസാനം വരുന്ന ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ ഖുർആൻ മുത്ഖീനായ രൂപത്തിൽ ഏറ്റവും കുറ്റമറ്റ രീതിയിൽ അത് വീണ്ടെടുക്കാൻ എന്ന ഉദ്ദേശത്തോടു കൂടി വളരെ വ്യവസ്ഥാപിതമായി വിപുലമായി കുറ്റമറ്റ രീതിയിൽ നാം തയ്യാറാക്കിയ പാഠ്യപദ്ധതിയാണ് തആഹുദ് എന്നുള്ളത്. അപ്പോൾ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ കോഴ്സ് പ്രധാനമായും നാം ഫോക്കസ് ചെയ്തിട്ടുള്ളത്, പ്രധാനമായും നാം അവരെ നോക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ പൂർണ്ണമായിട്ടും അതല്ലെങ്കിൽ അധിക ഭാഗം മറക്കപ്പെട്ട എന്നാൽ അത് വീണ്ടെടുക്കാൻ വളരെ ജീവിതത്തിൽ ഒരു ദിവസം വളരെ കുറച്ച് സമയം മാത്രം ലഭിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികളെ നാം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു കോഴ്സ് നാം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏകദേശം വളരെ കുറഞ്ഞ സമയം എടുത്തുകൊണ്ട് എന്നാൽ വളരെയേറെ വർഷങ്ങൾ എടുത്തുകൊണ്ട് ഏകദേശം 2.5 വർഷം മുതൽ 3 വർഷം വരെയാണ് നമ്മുടെ ഈ കോഴ്സിന്റെ കാലാവധി എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഈ കോഴ്സ് അതിലേക്ക് നമ്മൾക്ക് യോഗ്യത എന്നുള്ളത് ഖുർആൻ പൂർണ്ണമായി മനഃപ്പാഠമാക്കി പോയവർക്കാണ് നാം ഈ കോഴ്സ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വ്യവസ്ഥാപിതമായ രൂപത്തിൽ കുറ്റമറ്റ രീതിയിൽ ഖുർആൻ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. അതേപോലെ തന്നെ നമ്മുടെ ഈ കോഴ്സിന് അഥവാ അഡ്മിഷൻ ഫീസ് ആയിക്കൊണ്ട് 1000 രൂപയും അതുപോലെ തന്നെ മന്ത്ലി ഫീസ് ആയിക്കൊണ്ട് 500 രൂപയുമാണ് നാം ക്രമീകരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഫീസ് ഇല്ലാതെ ഫ്രീ ആയി പഠിക്കുമ്പോൾ നമ്മുടെ കോഴ്സിനോടുള്ള ഒരു കൂറുകുറവും അതേപോലെ തന്നെ ഗൗരവക്കുറവും ഒക്കെ ഭയന്നാണ് ഇത്തരത്തിൽ നാം ഒരു തീരുമാനം എടുത്തിട്ടുള്ളതെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതേപോലെ തന്നെ നാം പറഞ്ഞ ഇത്തരത്തിലുള്ള നമ്മുടെ ഈ കോഴ്സ് 3 ഘട്ടങ്ങളായി നാം കോഴ്സിനെ തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഘട്ടം എന്നുള്ളത് ഖുർആൻ ഒരാവർത്തി നോക്കി പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള കാരണമായി നാം മനസ്സിലാക്കേണ്ടത്, സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഖുർആൻ പൂർണ്ണമായി അതല്ലെങ്കിൽ ഭാഗികമായി ഇത്തരത്തിൽ മറക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം അതല്ലെങ്കിൽ ഖുർആനുമായി നമ്മുടെ ബന്ധം നഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ അത് നമ്മുടെ തുടക്കത്തിൽ നമ്മുടെ കോഴ്സ് തുടങ്ങുന്നതിന് മുൻപ് ആദ്യപടി എളുപ്പമാവുക എന്നുള്ളതും അതോടൊപ്പം നാം പഠിച്ച ഖുർആൻ പേജുകളിലൂടെ ആയത്തുകളിലൂടെ ഒരാവർത്തി കണ്ണോടിക്കുക എന്നുള്ളതുമാണ് ഒന്നാമത്തെ ഫേസ് കൊണ്ട്. അത്തരത്തിൽ ഖുർആനുമായി ഒരു ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ് നമ്മൾ ഒന്നാമത്തെ ഫേസ് കൊണ്ട് നാം ലക്ഷ്യമാക്കുന്നത്. അതിൽ നമുക്ക് നോക്കി പാരായണം ചെയ്യുക എന്നത് മാത്രമാണ് ഉണ്ടാവുക. അതിന് നമുക്കൊരു ക്രമമുണ്ട്, മാർഗരേഖയുണ്ട്. എന്താണ് ആ ക്രമം? അപ്പൊ നാം മനസ്സിലാക്കേണ്ടത്, ആദ്യത്തെ 10 ജുസ് നാം മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ 10 ജുസ് നമ്മൾ ദിവസേന 10 പേജ് വെച്ച് പാരായണം ചെയ്തുകൊണ്ട് 20 ദിവസം കൊണ്ട് നാം കംപ്ലീറ്റ് ചെയ്യും. അതേപോലെ തന്നെ രണ്ടാമത്തെ 10 ജുസ് ഡെയിലി ദിവസേന 15 പേജ് പാരായണം ചെയ്തുകൊണ്ട് 14 ദിവസം കൊണ്ട് നാം അത് കവർ ചെയ്യും, അത് കംപ്ലീറ്റ് ആക്കും. അതേപോലെ തന്നെ അവസാനത്തെ 10 ജുസ് ഡെയിലി 20 പേജ് അഥവാ ഒരു ജുസ് ഓതിക്കൊണ്ട് 10 ദിവസം കൊണ്ട് നാം അത് കവറാക്കും. അങ്ങനെ ഇത്തരത്തിൽ ഖുർആൻ ഒരാവർത്തി ഖതമാക്കും. അതിന്റെ ഒരു ഏകദേശ കാലാവധി ദൈർഘ്യം എന്നുള്ളത് 44 ദിവസമാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത്തെ ഘട്ടത്തിൽ നമുക്ക് അവധി ദിവസങ്ങളില്ല. അഥവാ ശനിയാഴ്ച, ഞായറാഴ്ച, വെള്ളിയാഴ്ച എന്നൊന്നും ഇല്ലാതെ എല്ലാ ദിവസവും നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അതേപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സുകൾ അനർഹമായി അകാരണമായി ഒഴിവാക്കുന്ന പക്ഷം നമ്മുടെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് തുടർന്ന് നമുക്ക് പഠിക്കാൻ അവസരം ലഭിക്കുകയില്ല എന്നത് കൂടി നാം മനസ്സിലാക്കുക. ഇത്തരത്തിൽ ഈ പറഞ്ഞ രൂപത്തിൽ ഈ പറഞ്ഞ നയങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഒന്നാമത്തെ ഘട്ടം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആണ് രണ്ടാമത്തെ ഘട്ടത്തിലേക്കുള്ള പ്രവേശനം ലഭിക്കുക. രണ്ടാമത്തെ ഘട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ടത്,
വ്യവസ്ഥാപിതമായ മനപ്പാഠത്തിലൂടെ അഥവാ വ്യവസ്ഥാപിതമായ രീതിയിൽ ഖുർആൻ അത് നാം തിരിച്ചു പിടിക്കുക, അത് മനപ്പാഠമാക്കുക എന്നുള്ളതാണ്. നാം മനസ്സിലാക്കേണ്ടത് നമ്മളിൽ പലരും ജോലി കൊണ്ടും മറ്റും തിരക്കുകളാണ്. വളരെ കുറഞ്ഞ സമയം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒരു പേജ് മാത്രമാണ് നമുക്ക് മനപ്പാഠമാക്കാനായിട്ടുള്ളത്. അതും ആ മനപ്പാഠമാക്കുന്നതിന് കൃത്യമായ മാർഗ്ഗരേഖയുണ്ട്. അതനുസരിച്ച് വേണം നാം മനപ്പാഠമാക്കേണ്ടത്. അത് കൃത്യമായി നാം ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഉപകാരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് നാം മനസ്സിലാക്കേണ്ടത് ആദ്യം ഒരു പേജ് പഠിച്ചതിന് ശേഷം ആ മനപ്പാഠമാക്കിയ ഭാഗം നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ അതല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിൽക്കോ അടുത്ത ആരെങ്കിലും നമ്മളത് കേൾപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്ന് പറയുന്നത് നാം പഠിച്ച ഭാഗത്തിൽ ഒരു തെറ്റ് പോലും ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണത്. അതിനുശേഷം നാം പഠിച്ച ഭാഗം 5 തവണ നാം നോക്കിക്കൊണ്ട് പാരായണം ചെയ്യണം. ഇതുകൊണ്ട് നാം ലക്ഷ്യമാക്കുന്നത് അതിന്റെ വഖ്ഫിന്റെ സ്ഥാനങ്ങളും മറ്റുമൊക്കെ നാം ശ്രദ്ധയോടെ പാരായണം ചെയ്ത് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം 15 തവണ നാം അത് കാണാതെ പാരായണം ചെയ്യേണ്ടതായിട്ടുണ്ട്. മൊത്തത്തിൽ 20 പ്രാവശ്യം നാം പഠിച്ച ആ ഒരു പേജ് നമുക്ക് പാരായണം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നിശ്ചയിക്കപ്പെട്ട വിദ്യാർത്ഥികൾ അതല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട സഹപാഠിക്ക് നാം ഒരു തെറ്റ് പോലും ഇല്ലാതെ മനസ്സിലാക്കേണ്ട അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു തെറ്റ് പോലും ഇല്ലാതെ നാം അത് പാരായണം ചെയ്ത് കേൾപ്പിക്കേണ്ടതുണ്ട്. ഇനി എന്തെങ്കിലും കാരണവശാൽ തെറ്റുകൾ വരികയാണെങ്കിൽ വീണ്ടും തെറ്റുകളില്ലാതെ അത് ഓതി കേൾപ്പിക്കേണ്ടതാണ്. ഇത്തരത്തിൽ നാം പറഞ്ഞ ഈ രൂപത്തില് ഈ മാർഗ്ഗരേഖ അനുസരിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തെറ്റുകൾ വരാനുള്ള സാധ്യത അപൂർവമാണ്. എങ്കിലും വരികയാണെങ്കിൽ അത് ഒന്നുകൂടി മാറ്റി നമ്മൾ ഓതി കൊടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ അഥവാ ദിവസേന നമുക്ക് ഒന്നുണ്ടാവുക ദർസ് ജദീദാണ്. അതാണ് പുതിയ പാഠം. അഥവാ ഒരു പേജാണ് നമുക്ക് പഠിക്കാനുണ്ടാവുക. രണ്ടാമത് നമുക്ക് ഉണ്ടാവുക തക്റാറുൽ അംസ് ആണ്. എന്താണ് തക്റാറുൽ അംസ് എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസത്തെ പാഠം അഥവാ തലേ ദിവസത്തെ നാം പഠിച്ച പുതിയ ഭാഗം തലേ ദിവസത്തെ ദർസ് ജദീദാണ് തക്റാറുൽ അംസ് എന്ന് പറയുന്നത്. തക്റാറുൽ അംസ് നാം മനസ്സിലാക്കേണ്ടത് 5 പ്രാവശ്യം നാം അത് സ്വന്തമായി ഇത് പാരായണം ചെയ്യണം. 5 പ്രാവശ്യം അഥവാ ഞാൻ ഇന്ന് ദർസ് ജദീദ് പുതിയ ഒരു പേജ് പഠിക്കുന്നു, നാളെ ഞാൻ പുതിയ വേറെ പേജ് പഠിക്കുന്നു. അപ്പോൾ നാളെ ഞാൻ ഇന്ന് പഠിച്ച ഭാഗം 5 പ്രാവശ്യം കാണാതെ സ്വന്തമായി കൊണ്ട് പാരായണം ചെയ്യണം. ഇതാണ് തക്റാറുൽ അംസ് എന്നുള്ളത്. ഇനി റബ്ത്ത് എന്നുള്ളത് എന്താണ്? ഇനി മൂന്നാമത് നമുക്ക് പാരായണം ചെയ്യാനുള്ള ഭാഗമാണ് റബ്ത്ത് എന്നുള്ളത്. അഥവാ തക്റാറുൽ അംസിന് മുമ്പുള്ള 30 പേജാണ് റബ്ത്തിൽ ഉണ്ടാവുക. ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി ആവർത്തിക്കുകയാണ്. തക്റാറുൽ അംസ് നാം മനസ്സിലാക്കി തലേ ദിവസത്തെ പാഠമാണ് തക്റാറുൽ അംസ് എന്ന് പറയുന്നത്. അതിനു മുൻപുള്ള 30 പേജാണ് റബ്ത്ത് എന്നുള്ളത്. ആ റബ്ത്തിൽ അവസാനത്തെ 20 പേജ് നിശ്ചയിക്കപ്പെട്ട വിദ്യാർത്ഥിക്കും അതേപോലെ തന്നെ ആദ്യത്തെ 10 പേജ് നാം വാട്സപ്പിൽ വോയിസ് ആയിക്കൊണ്ടുമാണ് പാരായണം ചെയ്യേണ്ടത്. ഇനി നാലാമത് നമുക്കുള്ളതാണ് മുറാജഅ അഥവാ റബ്ത്തിനും മുൻപുള്ള ഭാഗങ്ങളാണ് മുറാജഅയുടെ ഭാഗങ്ങൾ എന്നുള്ളത്. ഒന്നുകൂടി മനസ്സിലാക്കുക. തക്റാറുൽ അംസ് എന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ പുതിയ പാഠമാണ്. റബ്ത്ത് എന്ന് പറഞ്ഞാൽ തക്റാറുൽ അംസിന് മുൻപുള്ള 30 പേജാണ്. അതിനു മുൻപുള്ള ഭാഗമാണ് മുറാജഅയുടെ ഭാഗം. അത് എത്രയാണോ അതിനനുസരിച്ചിരിക്കും. അപ്പോൾ മുറാജഅയുടെ ഭാഗങ്ങൾ 1 മുതൽ 5 ജുസ് വരെ എത്തുന്ന കാലയളവിൽ 3 ദിവസത്തിനുള്ളിൽ നമ്മുടെ മുറാജഅയുടെ ഭാഗങ്ങൾ നാം പാരായണം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. അതേപോലെ തന്നെ 6 മുതൽ 10 ജുസ് വരെ മുറാജഅയുടെ ഭാഗങ്ങൾ എത്തുന്ന സമയത്ത് 5 ദിവസത്തിനുള്ളിൽ നമ്മുടെ മുറാജഅയുടെ ഭാഗങ്ങൾ കംപ്ലീറ്റ് ആയി പാരായണം ചെയ്യണം. അതേപോലെ തന്നെ 15 ജുസ് മുതൽ 21 ജുസ് വരെയുള്ള കാലയളവിൽ 21 ജുസ് വരെ മുറാജഅയുടെ ഭാഗങ്ങൾ ആവുന്ന സമയത്ത് 7 ദിവസത്തിനുള്ളിൽ അഥവാ ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ ഭാഗങ്ങളൊക്കെ നാം കംപ്ലീറ്റ് ആക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ 22 ജുസ് മുതൽ 30 ജുസ് വരെയുള്ള കാലയളവിൽ ആ സമയത്ത് അഥവാ ഇത്തരത്തിൽ 22 മുതൽ 30 ജുസ് വരെ മുറാജയിൽ വരുന്ന സമയത്ത് 10 ദിവസത്തിനുള്ളിൽ മുറാജഅയുടെ ഭാഗങ്ങൾ നാം കംപ്ലീറ്റ് ആക്കണം. അഥവാ അതാണ് മുറാജഅയുള്ളത്. അതാണ് ഈ 4 കാര്യങ്ങളാണ് ഒരു ദിവസം നമുക്ക് പാരായണം ചെയ്യേണ്ടതായിട്ടുണ്ടാവുക. ഇത്തരത്തിൽ 30 ജുസും കംപ്ലീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥിക്കാണ് മൂന്നാമത്തെ ഘട്ടമുള്ളത്. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പല ഘട്ടങ്ങളായിക്കൊണ്ട് അവസാനം ഒറ്റയിരുപ്പിൽ ഖുർആൻ പൂർണ്ണമായി ഓതി കംപ്ലീറ്റ് ആക്കുക, ഖതമാക്കുക, ഒറ്റ ദിവസം കൊണ്ട് അത് ഖതമാക്കുക എന്നുള്ളതാണ്. അതിൽ നമുക്ക് വരുന്നത് 5 ഘട്ടങ്ങളാണ്. അഥവാ ഒന്നാമത്തെ ഘട്ടം നമ്മൾ 5 ജുസ് ദിവസേന പാരായണം ചെയ്തുകൊണ്ട് 6 ദിവസം കൊണ്ട് നമ്മൾ ഒരു ഖതം തീർക്കുന്നു. ഖുർആൻ ഒരാവർത്തി മനപ്പാഠത്തിൽ നിന്ന് പാരായണം ചെയ്യുന്നു. രണ്ടാമത്തെ ഘട്ടം നമ്മൾ 7 ജുസ് ദിവസേന പാരായണം ചെയ്തുകൊണ്ട് 5 ദിവസത്തിനുള്ളിൽ നാം ഖതമാക്കുന്നു. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് 10 ജുസ് ദിവസേന പാരായണം ചെയ്തുകൊണ്ട് 3 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഭാഗങ്ങൾ നാം ഖതമാക്കുന്നു. അതുപോലെ തന്നെ നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് 15 ജുസ് ദിവസേന പാരായണം ചെയ്തുകൊണ്ട് 2 ദിവസം കൊണ്ട് നാം ഖതമാക്കുന്നു. അവസാന ഘട്ടം എന്ന് പറയുന്നത് 30 ജുസും ഒറ്റ ഇരിപ്പിൽ ഇത്ഖാനോടുകൂടി തെറ്റുകളില്ലാതെ പാരായണം ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് അവസാന ഘട്ടം. അതിനനുസരിച്ച് തുടർന്നും മരണം വരെ അത് നിലനിർത്തുക എന്നുള്ളതുമാണ് നമ്മുടെ അവസാനത്തെ സ്റ്റേജ് എന്നുള്ളത്. അഥവാ ഇനി നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കോഴ്സുമായിട്ടുള്ള നയങ്ങളാണ്. അവിടെ നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് ലീവ് വരുന്നത് നമ്മുടെ ക്ലാസ്സുകൾ വരുന്നത് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളാണ് നമുക്ക് ക്ലാസ്സുകൾ വരുന്നത്. തിങ്കൾ മുതൽ വെള്ളി വരെയാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മുടെ ക്ലാസ്സുകൾ വരുന്നത്.
ഒന്നുകൂടി പറയാണ്, തിങ്കൾ മുതൽ വെള്ളി വരെയാണ് ക്ലാസ്സുകൾ വരുന്നത്. ശനിയാഴ്ച നാം ആ ആഴ്ചയിൽ പഠിച്ച, അഥവാ തിങ്കൾ മുതൽ വെള്ളി വരെ പഠിച്ച ഭാഗങ്ങൾ, അഥവാ 5 പേജ് ഉണ്ടാകും. ആ 5 പേജ് 4 പ്രാവശ്യം കാണാതെ സ്വന്തമായി പാരായണം ചെയ്യുക എന്നുള്ളതാണ് ശനിയാഴ്ച നമുക്ക് ഉണ്ടാകുന്ന ക്ലാസ് എന്നുള്ളത്. അതുപോലെ തന്നെ ഞായറാഴ്ച ഔദ്യോഗികമായി ലീവാണെങ്കിലും ഖുർആനിൽ നിന്ന് പാരായണം ചെയ്യാത്തൊരവസ്ഥ നമ്മളിൽ ഉണ്ടാവരുത്. ഔദ്യോഗികമായി ലീവാണ്. ഇത്തരത്തിൽ ലീവ് ഉണ്ടാവാനുള്ള കാരണം എന്നുള്ളത്, എന്തെങ്കിലും കാരണവശത്താൽ നമുക്ക് ലീവ് എടുക്കേണ്ടി വന്നാൽ, അഥവാ ലീവ് ഒരിക്കലും അനിവാര്യമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹാജർ നിർബന്ധമാണ്. എന്നാലും മനുഷ്യൻ എന്ന നിലക്ക് അത്യാവശ്യങ്ങൾ വരികയും അങ്ങനെ ലീവ് എടുക്കേണ്ട അത്യാവശ്യ സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ ഈ പറഞ്ഞ ഞായറാഴ്ചകളായിക്കൊണ്ട് നാം അത് വീണ്ടെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഭാഗം എന്തെങ്കിലും സംശയങ്ങളോ ഇതല്ലെങ്കിൽ എന്തെങ്കിലും കുറവായതോ മനപ്പാഠത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ട് എന്ന് തോന്നുകയാണെങ്കിൽ അതുകൂടി പരിഹരിക്കാനുള്ള ഒരു ദിവസമാണ് ഞായറാഴ്ച എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ നാം മനസ്സിലാക്കേണ്ടത്, അകാരണമായി അന്യായമായി 3 ദിവസത്തിൽ കൂടുതൽ ലീവ് എടുക്കുന്ന പക്ഷം കോഴ്സിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണമാണ്. അത്തരക്കാർക്ക് നമ്മുടെ ഈ കോഴ്സുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്. ആ കാര്യം നാം പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇത്തരത്തിൽ പുറത്താക്കിയ വിദ്യാർത്ഥികൾക്ക് പിന്നീട് നമ്മുടെ കോഴ്സുമായി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഡയറക്ടറുമായിട്ട് ഒരു കൂടിക്കാഴ്ച ശേഷം മാത്രമേ ആയിരിക്കും നമുക്ക് കോഴ്സുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇത്തരത്തിൽ 3 പ്രാവശ്യം ഡയറക്ടറോട് സംസാരിക്കുന്ന പക്ഷം പിന്നീട് അങ്ങോട്ട് നമ്മുടെ കോഴ്സുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് കൃത്യാടിസ്ഥാനത്തിൽ പരീക്ഷകളും അതുപോലെ സർട്ടിഫിക്കേഷനുകളും ഒക്കെ നൽകുന്നതാണ്. അഥവാ ഓരോ 5 ജുസിന് ശേഷവും പരീക്ഷകൾ നടത്തുകയും അതടിസ്ഥാനത്തിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. ഓരോ 5 ജുസ് ആയതിനു ശേഷം ഒരു വീക്ക് എക്സാം വീക്കായിട്ട് പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് നമ്മുടെ പഠിച്ച ഭാഗങ്ങളൊക്കെ പരമാവധി പാരായണം ചെയ്യുകയും അതനുസരിച്ച് എക്സാമുകൾ നടത്തുകയും അതനുസരിച്ച് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ 30 ജുസ് പൂർത്തിയാക്കുന്ന പക്ഷം പരീക്ഷകൾക്ക് ശേഷം അർഹരായവർക്ക് സർട്ടിഫിക്കറ്റും മറ്റും നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ 3 ഘട്ടവും കൃത്യമായി പാലിക്കുന്നവർക്ക്, കൃത്യമായി പൂർത്തിയാക്കുന്നവർക്ക് പ്രത്യേക അവാർഡുകളും നാം നൽകുന്നതായിരിക്കും ഇൻഷാ അള്ളാഹ്. അഥവാ ഇനി നമ്മുടെ അന്തിമ ഫലം എന്താണ്? തആഹുദ് കോഴ്സ് പൂർത്തിയാക്കുന്നതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്, നാം മറക്കപ്പെട്ട ഖുർആൻ അത് ഇത്ഖാനോടുകൂടി കുറ്റമറ്റ രീതിയിൽ അത് നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഒറ്റയിരിപ്പിൽ അത് നമുക്ക് പാരായണം ചെയ്യാൻ സാധിക്കും. അഥവാ ജീവിതത്തിൽ ഉടനീളം അത് മിനിമം 7 ദിവസത്തിനുള്ളിൽ, അതല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ നമുക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ സാധിക്കുന്ന, അനായാസം പാരായണം ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിൽ നമുക്കത് എത്താൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ അന്തിമ ഫലമായി കാണുന്നത്. ഇൻഷാ അള്ളാഹ് ബിതൗഫീഖില്ലാ. ഇതാണ് നമ്മുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുള്ളത്. അള്ളാഹു അത്തരക്കാരെ ഖുർആൻ ഇത്ഖാനോടുകൂടി ഹിഫ്ളാക്കുന്ന, അതേപോലെ തന്നെ നാളെ ഖുർആൻ നമുക്ക് ശഫാഅത്ത് ചെയ്യുന്ന, ഈ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് സ്വർഗ്ഗത്തിന്റെ ഉന്നത ലോകത്തേക്ക് ഉയരുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ, സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ്.